യേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ഓഷ്യൻ സ്റ്റാർ മിനിസ്ട്രിയിൽ നിന്ന് ഏറെ സ്നേഹത്തോടെ പരിശുദ്ധമായി ദുഃഖവെള്ളിയുടെ തിരുനാൾ ആശംസകൾ നേരുന്നു. ദുഃഖവെള്ളി എന്ന് പറയുമ്പോൾ ദുഃഖം മുൻപിലുള്ളതുകൊണ്ടും വെള്ളിയാഴ്ച ആയതുകൊണ്ടും ദുഃഖിക്കാമെന്നാണോ? ഒരിക്കലുമല്ല. അതൊരു പ്രത്യാശയുടെ ദിവസമാണ്. പെസഹ വ്യാഴാഴ്ചത്തെ അപ്പമുറിക്കലിന് ശേഷം ഈശോ ഗത്സമേനിയിൽ രക്തം വിയർത്ത് പ്രാർത്ഥിച്ചു. നമ്മളെപ്പോലെ തന്നെ ഈശോയും പ്രാർത്ഥിച്ചത് ഈ സഹനങ്ങളെല്ലാം മാറിപ്പോകാനാണ്. എന്നാൽ പിതാവായ ദൈവം ഒരു ദൂതനെ അയച്ച് കൂടെ ഉണ്ടാകുമെന്ന ഓർമ്മപ്പെടുത്തലും ബലപ്പെടുത്തലുമാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? നാം ദൈവകരങ്ങളിൽ നിന്ന് എല്ലാം സ്വീകരിക്കണമെന്നു തന്നെയാണ്. തുറവിയുള്ള മനസ്സോടുകൂടി ദൈവകരങ്ങളിൽ നിന്നെല്ലാം സ്വീകരിക്കാൻ കഴിയുമ്പോൾ അതിൽ നന്മ ചെയ്യുവാനായിട്ട് ദൈവത്തിന് കഴിയുമെന്ന തിരിച്ചറിവ് നമ്മൾക്കുണ്ടാകണം. ഈശോ ഒരിക്കലും പിതാവായ ദൈവത്തെ കുറ്റപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. കാരണം ദൂതനെ അയച്ച് ബലപ്പെടുത്തിയപ്പോൾ ഈശോ ഒരിക്കലും പറയുന്നില്ല, പിതാവേ, ഞാൻ ഇതല്ലല്ലോ ചോദിച്ചത്, ഞാൻ ചോദിച്ച കാര്യം എനിക്ക് ചെയ്തു തരുമ്പോഴല്ലേ എനിക്ക് സന്തോഷമാകുക, സമാധാനമാകുക എന്നൊന്നും പറഞ്ഞില്ല. ഈശോ പറഞ്ഞത് ഓക്കെ, ഞാൻ റെഡിയാണ് പിതാവേ എന്നാണ്. എന്തുകൊണ്ടാണ് ഈശോയ്ക്ക് അങ്ങനെ പറയാൻ സാധിച്ചത്? ഉള്ളിൻ്റെ ഉള്ളിൽ പിതാവായ ദൈവത്തെ ദൈവമായി സ്വീകരിച്ചത് കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് അത് സ്വീകരിക്കാൻ കഴിയാതെ വരുന്നത് ദൈവത്തെ ദൈവമായി കാണാൻ കഴിയാത്തത് കൊണ്ടാണ്. പിറുപിറുപ്പരോടുകൂടി സഹനങ്ങൾ ഏറ്റെടുക്കുന്നത് കൊണ്ടാണ് നമുക്കത് വേദനാജനകമായി മാറുന്നത്. നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളും സങ്കടങ്ങളും ഉണ്ടാകുമ്പോൾ ദൈവത്തെ കൂട്ടുപിടിക്കാൻ നമുക്ക് കഴിയണം. പിലാത്തോസിൻ്റെ ഭവനം മുതൽ ഗാഗുൽത്താ വരെയുള്ള സഹനയാത്രയിൽ ഈശോ ഒരിക്കൽ പോലും പിതാവായ ദൈവത്തെ കുറ്റപ്പെടുത്താതെ എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിച്ചു കൊണ്ടുള്ള യാത്രയായിരുന്നു അത്. ആ യാത്രയിൽ നമ്മൾക്കും പങ്കുചേരാം. നമ്മുടെ ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളും കുരിശുകളും വേദനകളും എല്ലാം വരുമ്പോൾ ദൈവം നമ്മുടെ കൂടെയുണ്ടെന്ന ഓർമ്മപ്പെടുത്തലുണ്ട്. നാം ഒരിക്കലും അത് തിരിച്ചറിയാതെ പോകുന്നതാണ് നമ്മുടെ പരാജയം. നമ്മുടെ ജീവിതത്തിലെ ക്രൂശിത യാത്രയെ ഓർമ്മിപ്പിക്കുന്ന നിമിഷങ്ങളിൽ, നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന ഇടങ്ങളിൽ, നിസ്സഹായതയോടെ ചുറ്റും തിരയുമ്പോൾ മുറിപ്പെടുത്തുന്ന വാക്കുകൾ, അങ്ങനെ ഒറ്റയ്ക്കായി പോകുന്ന ഇടങ്ങളിലെല്ലാം നമ്മളെ ബലപ്പെടുത്തുന്നത് കുരിശിലേക്കുള്ള ദൂരം ഉയർപ്പിൻ്റേതാണ് എന്നുള്ളതാണ്. നമ്മുടെ സഹന ജീവിതം മുഴുവനും ഈശോയുടെ കരങ്ങളിൽ നിന്ന് സ്നേഹത്തോടെ സ്വീകരിക്കുവാൻ ഒരു തുറവിയുള്ളവരായി നമുക്ക് തീരാം. ഈ ദുഃഖവെള്ളിയാഴ്ച നമ്മളെ അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും ഈ ദുഃഖവെള്ളിയെ പ്രത്യാശയോടെ സമീപിക്കാം. ജീവിതത്തിൻ്റെ ഇരുൾ നിറഞ്ഞ ഇടവഴികളിലെല്ലാം നാം വേദനയോടെ സഞ്ചരിക്കുമ്പോൾ അതിനപ്പുറം ഈശോ കൂടെയുണ്ടെന്ന തിരിച്ചറിവ് നമ്മൾക്കുണ്ടാകണം. നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും എല്ലാം സ്നേഹത്തോടെ സ്വീകരിച്ചുകൊണ്ട് ഈശോയെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുവാൻ നമുക്ക് കഴിയണം. എങ്കിൽ ഈ ദുഃഖവെള്ളി നമ്മുടെ ജീവിതത്തിലും ഒരു വഴിത്തിരിവാകും. ദുഃഖവെള്ളിയാഴ്ച ഓരോ വർഷവും കടന്നു പോകുമ്പോഴും നമ്മെ ക്രൂശ് ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ജീവിതം എന്ന് പറയുന്നത് സഹനങ്ങൾ നിറഞ്ഞത് തന്നെയാണ്. സഹനങ്ങളുടെ ഈ വേലിയേറ്റത്തിൽ ഒരിക്കലും തളർന്നു പോകാതെ, മനസ്സ് മടുക്കാതെ ക്രൂശിതനോടൊപ്പം യാത്ര ചെയ്യുവാൻ, പ്രാർത്ഥനാ നിർഭരമായി പിതാവിനോടൊപ്പം ആയിരിക്കുവാൻ, ഉള്ളു തുറന്ന് ആ സഹനങ്ങളെ ഏറ്റെടുക്കുവാൻ നമുക്ക് കഴിയട്ടെ. എല്ലാവർക്കും ഓഷ്യൻ സ്റ്റാർ മിനിസ്ട്രിയിൽ നിന്ന് പ്രത്യാശ നിർഭരമായ വെള്ളിയാഴ്ച നേരുന്നു.